ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഒത്തിരി സ്കൂളുകളിലെ കുട്ടികൾക്ക് മലയാളം 4ാം ക്ലാസ്സിലെ മലയാളം എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളുള്ള സ്കൂളിലെ കുട്ടികൾക്കാണ് മലയാളം എക്സാം കഴിഞ്ഞിട്ടുള്ളത്. LP UP സ്കൂളുകളിലെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല. 1 മുതൽ 10 വരെ ഹൈസ്കൂളിലുള്ള കുട്ടികളുള്ള സ്കൂളിലാണ് എക്സാം കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണാനായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്താം. അതിനു മുൻപ് മറ്റൊരു കാര്യം കൂടി പറയട്ടെ. നിങ്ങളുടെ കുട്ടികളിൽ ആർക്കെങ്കിലും മലയാളം അക്ഷരങ്ങൾ എഴുതാൻ അറിയില്ല, ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാൻ അറിയില്ല, മലയാളം ഇംഗ്ലീഷ് ഹിന്ദി കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയില്ല, മാത്തമെറ്റിക്സ് ഗണിതം ഒട്ടും അറിയില്ല, ഗണിതം നല്ല പാടാണ്, പഠിക്കാനായിട്ട് പാടാണ്, അങ്ങനെയുള്ള കുട്ടികൾ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആവശ്യമുള്ള കുട്ടികൾ, ബേസിക് ആയിട്ടുള്ള കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും ഉൾപ്പെടുത്തി ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ആവശ്യമുള്ള കുട്ടികൾ, ഇവർക്ക് എല്ലാവർക്കും ആയിട്ട് ഏപ്രിൽ മെയ് വെക്കേഷനിൽ കിഡ്സ് ഏരിയ ഓൺലൈൻ ക്ലാസ്സസ് ഒരുക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വളരെ എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സസ്സാണ്, കുട്ടികൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും. അതുപോലെ LKG UKG റിവിഷൻ ക്ലാസ്, അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് റിവിഷൻ ക്ലാസ് നൽകുന്നുണ്ട്. നിങ്ങൾക്കറിയാം, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 1 മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏത് കോഴ്സാണോ നിങ്ങൾക്ക് ആവശ്യം, അതിനായിട്ട് നിങ്ങൾ ചെയ്യുവാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. വാട്സപ്പ് നമ്പർ ഒരിക്കൽ പറയാം: 9746487799. ലൈവായിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. സൂമിൽ ലൈവ് ക്ലാസ് ഉണ്ടാകും. ലൈവ് ക്ലാസ്സിന് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് 2023-2024 മലയാളം ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ക്ലിയർ കുറവാണ്. ടീച്ചർ അത് വായിച്ചു തരാം. വാർഷിക മൂല്യനിർണ്ണയം മലയാളം 2023-2024 ആണ്. 6 പ്രവർത്തനങ്ങളാണുള്ളത്. 1ാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ 4 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. അങ്ങനെ 5 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഉത്തരം എഴുതാൻ കൂടുതൽ സ്ഥലം ആവശ്യമെങ്കിൽ കുട്ടികൾക്ക് കടലാസ് അധികമായി ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ആദ്യം നൽകിയിട്ടുള്ളത്. 1ാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്നായിരുന്നു. ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാളാണ് ബ്രസീലിയൻ താരമായ പെലെ. എഡ്സൺ അരാന്റസ് ഡോക്ടർ നാസിമെന്റോ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. 1950 ബ്രസീലിലെ മാറക്കാന സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ലോക ഫുട്ബോൾ കിരീടത്തിനായി ബ്രസീലും മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഉറുഗ്വേയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. വലിയ പ്രതീക്ഷയിലായിരുന്നു ഓരോ ബ്രസീലിയനും. ബ്രസീലിയൻ ആരാധകരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഉറുഗ്വായ് ജേതാക്കളായി. അന്ന് പെലെയ്ക്ക് 10 വയസ്സായിരുന്നു പ്രായം. പെലെയെക്കുറിച്ചാണ് പറയാൻ പോവുകയാണ് അടുത്ത്. അദ്ദേഹത്തിൻ്റെ അച്ഛനും സുഹൃത്തുക്കളും വീട്ടിലിരുന്ന് റേഡിയോ കമൻ്ററി കേൾക്കുകയായിരുന്നു. മത്സരം അവസാനിച്ചപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ അത്യന്തം വിഷമത്തോടെ കരയുന്ന കാഴ്ചയാണ് കുഞ്ഞു പെലെ കാണുന്നത്. അവൻ അച്ഛനോട് കാര്യം തിരക്കി. നമ്മൾ തോറ്റുപോയി. കരഞ്ഞുകൊണ്ടുള്ള മറുപടി അവനെ ഏറെ വേദനിപ്പിച്ചു. അച്ഛാ, ഒരു നാൾ രാജ്യത്തിനായി ഞാൻ ലോകകപ്പ് നേടിയിരിക്കും. ഇത്തിരി പോന്ന ആ ബാലൻ അച്ഛന് വാക്ക് കൊടുത്തു. ആ വാക്ക് നിറവേറ്റാൻ അവന് കേവലം 8 വർഷമേ വേണ്ടി വന്നുള്ളൂ. 1958 ബ്രസീൽ ആദ്യമായി ലോകകപ്പിൽ, ഇവിടെ കുറച്ച് ക്ലിയർ ഇല്ല, ടീമിൽ അവനുമുണ്ടായിരുന്നു. 1952, 1970 എന്നീ ലോകകപ്പുകളിലൂടെ ബ്രസീലിന് കിരീടം നേടിക്കൊടുക്കുന്നതിൽ പെലെ നിർണായകമായ പങ്ക് വഹിച്ചു. നിങ്ങൾ ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ടീച്ചർ വായിച്ചു തന്നത്. ഇതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫുട്ബോൾ മാന്ത്രികൻ പെലെ ഏതു രാജ്യക്കാരനാണ് എന്നാണ് 1ാമത്തെ ചോദ്യം. ഈ വിവരണം വായിച്ച ശേഷം ഉത്തരം നൽകാനുള്ളതാണ്. പെലെയെക്കുറിച്ചുള്ള വിവരണമാണ് മുകളിൽ നൽകിയിരുന്നത്. അതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഉത്തരം നൽകുക. ഫുട്ബോൾ മാന്ത്രികൻ പെലെ ഏതു രാജ്യക്കാരനാണ് എന്നതായിരുന്നു 1ാമത്തെ ചോദ്യം. പെലെയുടെ മുഴുവൻ പേരെന്ത്? 2ാമത്തെ ചോദ്യം. അത് പറഞ്ഞിരുന്നു.
പെലെയുടെ മുഴുവൻ പേരെന്താണെന്ന് പറഞ്ഞിരുന്നു. എഡ്സൺ അരാൻഡസ് ഡോ നാസിമെൻറ്റോ. ബ്രസീലിയൻ താരമാണ് പെലെ, അതും പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫുട്ബോൾ മാന്ത്രികൻ പെലെ ഏത് രാജ്യക്കാരനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പെലെയുടെ മുഴുവൻ പേരെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. 1950 ലോകകപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടിയ ടീമുകൾ ഏതെല്ലാം? 1950 ലോകകപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടിയ ടീമുകൾ ഏതൊക്കെയായിരുന്നു? ബ്രസീൽ, ഉറുഗ്വായ്. ഓക്കെ. നേടിക്കൊടുക്കുക എന്ന പദം പിരിച്ചെഴുതുക. 4ാമത്തെ ചോദ്യം, നേടിക്കൊടുക്കുക എന്ന പദം പിരിച്ചെഴുതുക. പെലെ അച്ഛനു നൽകിയ വാക്ക് പാലിച്ചതെങ്ങനെ? ഇതായിരുന്നു 5ാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യം, പെലെ അച്ഛനു നൽകിയ വാക്ക് പാലിച്ചതെങ്ങനെ? ഈ 5 ചോദ്യങ്ങളാണ് 1ാമത്തെ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നത്. പെലെ ഏതു രാജ്യക്കാരനാണ്? പെലെയുടെ മുഴുവൻ പേര്, 1950 ലോകകപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടിയ ടീമുകൾ, നേടിക്കൊടുക്കുക എന്ന പദം പിരിച്ചെഴുതുക, പെലെ അച്ഛനു നൽകിയ വാക്ക് പാലിച്ചതെങ്ങനെ. 2ാമത്തെ പ്രവർത്തനം പോസ്റ്റർ തയ്യാറാക്കാനായിരുന്നു. മാർച്ച് 22 ജലദിനമാണല്ലോ. ശുദ്ധജലത്തിൻ്റെ ലഭ്യത കുറഞ്ഞു വരുന്ന കാലമാണിത്. വിവിധ രീതിയിൽ ജലം മലിനമാക്കപ്പെടുന്നു. അമൂല്യമായ ജലം പാഴാക്കുന്നതിലും നാം പിറകിലല്ല. ജീവജാലങ്ങൾക്കെല്ലാം ആവശ്യമായ ജലം സംരക്ഷിച്ചേ തീരൂ. ജലസംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കൂ. 2ാമത്തെ ക്വസ്റ്റ്യൻ, ജലസംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടത്. ജലസംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടത്. അതായിരുന്നു 2ാമത്തെ പ്രവർത്തനം. 3ാമത്തെ പ്രവർത്തനം സംഭാഷണം എഴുതാനുള്ളതായിരുന്നു. അമൽ വീട്ടുകാരോടൊപ്പം ഉത്സവം കാണാൻ പോയി. ഉത്സവാനുഭവം കൂട്ടുകാരനായ മിഥുനുമായി പങ്കുവച്ചു. അമൽ ഉത്സവം കാണാൻ പോയി. ഉത്സവത്തിൽ കണ്ട കാര്യങ്ങൾ മിഥുനുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അവർ തമ്മിലുള്ള സംഭാഷണം എഴുതുക. ഉത്സവം എങ്ങനെയാണ് കണ്ടത് എന്നുള്ളത്, അമൽ എങ്ങനെ കണ്ടു എന്നുള്ളത് ഓർമ്മിക്കുന്നതായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അത് മിഥുനുമായിട്ട് സംഭാഷണമാക്കി എഴുതുക. മിഥുൻ ചോദിക്കുകയാണ്, ഇന്നലെ എവിടെയായിരുന്നു? അമൽ പറഞ്ഞു കാണും, ഞാൻ വീട്ടുകാരോടൊപ്പം ഉത്സവം കാണാൻ പോയി. മിഥുൻ ചോദിച്ചിട്ടുണ്ടാകും, അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? അതിനനുസരിച്ച് താഴേക്ക് സംഭാഷണം നീണ്ടുപോകും. അങ്ങനെ സംഭാഷണം എഴുതാം എന്നുള്ളതായിരുന്നു 3ാമത്തെ പ്രവർത്തനം. 4ാമത്തെ പ്രവർത്തനം നോക്കാം. പത്രവാർത്ത തയ്യാറാക്കാം. പത്രവാർത്ത തയ്യാറാക്കാം എന്നുള്ളതായിരുന്നു 4ാമത്തെ പ്രവർത്തനം. വയനാട്ടിലെ പുൽപ്പള്ളിയിൽ കാട്ടാന ഇറങ്ങി. അച്ചുവിൻ്റെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. വീടിന് കാര്യമായ കേടുപാടുകൾ വരുത്തി. നോക്കി, കൃഷിയിടങ്ങളൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ്, വീടിന് കേടുവരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വയനാട്ടിലെ പുൽപ്പള്ളിയിൽ കാട്ടാന ഇറങ്ങി. അച്ചുവിൻ്റെ വീട് വയനാട്ടിലെ പുൽപ്പള്ളിയിലാണ്. ഇതിനനുസരിച്ചിട്ട് ഈ സംഭവം പത്രവാർത്തയായി എഴുതണം. അപ്പോൾ ആദ്യം വലിയൊരു ഹെഡിങ് കൊടുക്കണം, സ്ഥലം എഴുതണം, എന്താണ് സംഭവിച്ചതെന്ന് എഴുതണം. അറിയാലോ, പഠിച്ചിട്ടുണ്ട് പത്രവാർത്ത എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് പത്രവാർത്ത തയ്യാറാക്കാം എന്നുള്ളതായിരുന്നു 4ാമത്തെ ക്വസ്റ്റ്യൻ, 4ാമത്തെ പ്രവർത്തനം. 5ാമത്തെ പ്രവർത്തനം നോക്കാം. യാത്രാ വിവരണം എഴുതാം എന്നുള്ളതാണ് 5ാമത്തെ പ്രവർത്തനം. യാത്രകൾ നമുക്ക് വളരെ ഇഷ്ടമാണ്. ഓരോ യാത്രയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒട്ടേറെ കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിക്കുന്നു. അവയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കൂ. ഇത് ഒത്തിരി ചോദ്യപേപ്പറിൽ ഉള്ളതാണ്, നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോയിട്ടുണ്ടാവും, എഴുതിയിട്ടുണ്ടാവും. യാത്രകൾ, നമുക്കിഷ്ടപ്പെട്ട ഒരു യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കാനുള്ളതാണ്. യാത്രാ വിവരണം എഴുതാം എന്നുള്ളതാണ് 5ാമത്തെ പ്രവർത്തനം. ഏറ്റവും അവസാനത്തെ ചോദ്യം നിവേദനം തയ്യാറാക്കാനുള്ളതായിരുന്നു. 6ാമത്തെ പ്രവർത്തനം നിവേദനം തയ്യാറാക്കുക. നീന്തൽ അറിയാത്തത് മൂലം ധാരാളം അപകടങ്ങൾ സംഭവിച്ച വാർത്തകൾ നിങ്ങൾ വായിച്ചിരിക്കുമല്ലോ. നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികൾക്കും നീന്തൽ പരിശീലനം ലഭിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നത് നല്ലതല്ലേ? ഇതിനായി ഒരു പൊതു നീന്തൽ കുളവും പരിശീലന സൗകര്യവും ഒരുക്കിത്തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു നിവേദനം തയ്യാറാക്കി നൽകൂ. ഒരു പൊതു നീന്തൽ കുളവും പരിശീലന സൗകര്യവും ഒരുക്കിത്തരാനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടൊരു നിവേദനം തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു 6ാമത്തെ പ്രവർത്തനം. അപ്പോൾ 6 പ്രവർത്തനങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ 6 പ്രവർത്തനങ്ങളുമാണ് 2023-2024 മലയാളം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നിവേദനം തയ്യാറാക്കാനുണ്ടായിരുന്നു, പോസ്റ്റർ തയ്യാറാക്കാനുണ്ടായിരുന്നു,
യാത്രാ വിവരണം തയ്യാറാക്കാനിട്ടുണ്ടായിരുന്നു, സംഭാഷണം എഴുതാനുണ്ടായിരുന്നു, വിവരണം വായിച്ച് ഉത്തരം എഴുതാനുണ്ടായിരുന്നു, യാത്രാ വിവരണം തയ്യാറാക്കാനും ഉണ്ടായിരുന്നു. ഈ 6 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ ചിൽഡ്രൻ, ബൈ, താങ്ക് യു. നിങ്ങളുടെ കുട്ടികളിൽ ആർക്കെങ്കിലും മലയാളം അക്ഷരങ്ങൾ എഴുതാൻ അറിയില്ല, ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാൻ അറിയില്ല, മലയാളം ഇംഗ്ലീഷ് ഹിന്ദി കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയില്ല, മാത്തമെറ്റിക്സ് ഗണിതം ഒട്ടും അറിയില്ല, ഗണിതം നല്ല പാടാണ്, പഠിക്കാനായിട്ട് പാടാണ്, അങ്ങനെയുള്ള കുട്ടികൾ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആവശ്യമുള്ള കുട്ടികൾ, ബേസിക് ആയിട്ടുള്ള കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും ഉൾപ്പെടുത്തി ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ആവശ്യമുള്ള കുട്ടികൾ, ഇവർക്ക് എല്ലാവർക്കും ആയിട്ട് ഏപ്രിൽ മെയ് വെക്കേഷനിൽ കിഡ്സ് ഏരിയ ഓൺലൈൻ ക്ലാസ്സസ് റെഡിയാക്കിയിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വളരെ എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സസ്സാണ്, കുട്ടികൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും. അതുപോലെ LKG UKG റിവിഷൻ ക്ലാസ്, അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് റിവിഷൻ ക്ലാസ് നൽകുന്നുണ്ട്. നിങ്ങൾക്കറിയാം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 1 മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏത് കോഴ്സാണോ നിങ്ങൾക്ക് ആവശ്യം അതിനായിട്ട് നിങ്ങൾ ചെയ്യുവാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. വാട്സപ്പ് നമ്പർ ഒരിക്കൽ പറയാം: 9746487799. ലൈവായിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. സൂമിൽ ലൈവ് ക്ലാസ് ഉണ്ടാകും. ലൈവ് ക്ലാസ്സിന് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും.